അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിലവിളക്ക് വിവാദം ഇപ്പോൾ എവിടെത്തി? നിങ്ങൾക്ക് വല്ല പിടുത്തമുണ്ടോ? നിലവിളക്ക് വിവാദത്തിൽ കുറച്ച് ഹുദവികൾ പേറ് പോയിട്ടുണ്ട്. കുറച്ച് ലിബറൽ ഹുദവികൾ, അതായത് ഇവർ 2016 എന്താണ് എഴുതിയത് എന്ന് പാവങ്ങൾക്ക് ഓർമ്മയില്ല കേട്ടോ. എന്നിട്ട് ഫാത്തിമ തഹ്ലിയയെയും ഷംസുദ്ദീനെയും ഒക്കെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട്, വെള്ള പൂശാൻ വേണ്ടിയിട്ട് സമസ്തക്കെതിരെയും സമസ്തയുടെ പ്രവർത്തകർക്കെതിരെയും പുതിയ പോസ്റ്റ് ഇട്ട്. അപ്പോഴാണ് പഴയ 2016 ഉസ്താദിൻ്റെയും കുട്ടികളുടെയും പോസ്റ്റ് ആളുകൾ കുത്തിപ്പൊക്കിയത്. ഇപ്പോൾ സാധുക്കൾ എയറിലാണ്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഈ മുജാഹിദ് പ്രസ്ഥാനം, അവരോട് നമ്മൾ പ്രബോധനം നടത്തി ഒരുപാട് മാറ്റം ഈ 10 വർഷക്കാലം കൊണ്ട് 20 വർഷക്കാലം കൊണ്ട് അവർക്ക് വന്നിട്ടുണ്ട്. അതായത് ഈ വെസ്റ്റേൺ വിഭാഗത്തിന് നമുക്ക് എടുക്കാം. അവരൊരുപാട് കാര്യങ്ങൾ തിരുത്തി. അതായത് ജിന്നിനോടുള്ള സഹായതേട്ടം അത് ഷിർക്കല്ല എന്ന വാദത്തിലേക്കെത്തി. അടുത്തടുത്ത് വരുന്നുണ്ട്. ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ മഹാന്മാരോടുള്ളതും അത് ഷിർക്കല്ല എന്ന വാദത്തിലേക്കെത്തും. അതേപോലെ തന്നെ നബിദിനാഘോഷത്തിൻ്റെ കാര്യത്തിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഇപ്പോൾ സംവാദം നടത്തി നോക്കുമ്പോൾ ഉള്ളൂ. അതും ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ സിഹറിൽ വിശ്വസിച്ചു. പണ്ടത്തെ കാലത്ത് മുജാഹിദുകൾ സിഹറിലൊന്നും വിശ്വസിച്ചിരുന്നില്ല. ഇപ്പോൾ സിഹറിൽ വിശ്വസിച്ചു, കണ്ണേറിൽ വിശ്വസിച്ചു. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഈ ഹുദവികളുടെ കാര്യങ്ങൾ ആലോചിച്ച് നോക്കി. 10 വർഷം കഴിഞ്ഞപ്പോൾ ഇവർ പിന്നോട്ടാണ് പോയിട്ടുള്ളത്. ലിബറലുകളായി മാറുകയാണ് ഇവർ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്കി. നിലവിളക്കിൻ്റെ വിഷയത്തിൽ മുസ്ലിം ലീഗിനിടയിൽ തർക്കമില്ലായിരുന്നു. മുസ്ലിം ലീഗ് ആ വിഷയത്തിൽ യോഗം വിളിച്ച് ആ വിഷയത്തിൽ ശക്തമായി 2016 ഇങ്ങനെ ഒരു വിവാദം നടത്തപ്പോൾ ആ വിഷയത്തിൽ മാത്രം യോഗം വിളിച്ച് അതിലൊരു നയം രൂപീകരിച്ച ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിനിടയിൽ അഭിപ്രായ വ്യത്യാസമല്ല. ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന തെളിവാണ്. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോട് തിരിച്ചും മറിച്ചും മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, എന്നാലും അങ്ങനെ കുളത്തിക്കൂടെ, ഒരു നാട്ടാചാരത്തിൻ്റെ ഭാഗമാക്കിക്കൂടെ, അങ്ങനെ ആക്കിക്കൂടെ, ഇങ്ങനെ ആക്കിക്കൂടെ എന്ന് പറഞ്ഞപ്പോൾ തീർത്ത് പറഞ്ഞു മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഒരിക്കലും പറ്റൂല എന്നുള്ളത്. എന്നിട്ട് ഒരു ഒളിപ്പുമില്ലാതെ അതിനൊക്കെ മാറ്റിവെച്ചിട്ട് പുറങ്കാല് കൊണ്ട് തട്ടി മാറ്റിയിട്ട് ശരിയായ ഒരു ലിബറൽ ചിന്താഗതിയിലേക്ക് പുതുതലമുറയെ കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില ഹുദവികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. നോക്കൂ നിങ്ങൾ, അഷ്റഫ് KC കുറ്റൂർ എന്ന് പറയുന്ന ഒരു ഹുദവി, അയാൾ എഴുതുന്നത് നോക്കൂ നിങ്ങൾ. നിലവിളക്കിനെ കുറിച്ച് സമസ്ത ഒരു പ്രസ്താവന ഇറക്കിയപ്പോൾ അതിനെ കൂട്ടി മാറ്റിക്കൊണ്ട് ഇയാൾ ഫാത്തിമ തഹ്ലിയക്ക് അനുകൂലമാക്കി മാറ്റി എഴുതുകയാണ്. എന്നാൽ ഇയാൾ തന്നെ 2016 10 വർഷം മുമ്പ് എഴുതി വെച്ചത് എന്താണ് എന്ന് ഈ സാധുവിന് ഓർമ്മ തന്നെ ഇല്ല. അതിലേക്ക് നമ്മൾ വരാം. ആദ്യം നമുക്ക് പുതിയ പോസ്റ്റ് ഒന്ന് വായിക്കാം. അമുസ്ലിം സഹോദരന്മാരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് കരുതാതെയോ അവരോട് സാദൃശ്യമാവുന്നു എന്ന് കരുതാതെയോ ആര് നിലവിളക്ക് കൊളുത്തിയാലും അതിൽ ഒരു കറാഹത്ത് പോലുമില്ല എന്നാണ് സമസ്ത മുഷാവറ പ്രസ്താവിച്ചിരിക്കുന്നത്. അപ്പോൾ സമസ്ത മുഷാവറ എന്താണ് പറഞ്ഞത് എന്ന് ഇവൻക്കറിയാം. പക്ഷേ എന്നിട്ട് ഇവന് ആ വേദിയിൽ വെച്ചുകൊണ്ട് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതിനെ അതിനെ സംബന്ധിച്ചാണ് ഈ സമസ്ത പറഞ്ഞത് എന്ന് കൂട്ടി മാറ്റിയിട്ട് തെറ്റിദ്ധരിപ്പിക്കുക. ആരാ പുള്ളി എന്നറിയോ? ചരിത്രത്തിൽ ആദ്യമായിട്ട് സമസ്തൻ്റെ പ്രസിഡൻറ്റിൻ്റെ പേരിൽ അപകീർത്തിപ്പെടുത്തിയിട്ട് അതിൻ്റെ പേരിൽ കേസിൽ പോലീസ് പൊക്കിയ വ്യക്തിയാണ്. നല്ല മുതലാളാണ്. എന്നിട്ട് അമ്പലക്കടവ് ആർമികൾ 100 ആവർത്തി വായിക്കേണ്ടതാണ്. വായിക്കേണ്ടത് ഞാൻ കാണിച്ചു തരാം ഏതാന്ന്. ഇവൻ 2016 എഴുതിയത് നോക്കൂ നിങ്ങൾ. അബ്ദുർ റബ്ബിൻ്റെ നിലവിളക്ക് സുധാകര മന്ത്രിയുടെ വിളക്കിലേക്ക് എത്തുമ്പോൾ നിന്നാണ് ഇവൻ്റെ ഹെഡിങ്. അതിനുശേഷം വിളക്ക് വിവാദകാലത്ത് എഴുതി വെച്ചത് ഇവിടെ പോസ്റ്റൊന്നു എന്ന് പറഞ്ഞിട്ട് ആ പോസ്റ്റിലെ അതിപ്രസക്തമായ ഭാഗമാണ് ഞാനിവിടെ കാണിക്കുന്നത്. സ്വന്തം വിശ്വാസത്തെ ബലി നൽകി ബഹുസ്വരതയെ പുൽകാനുള്ള അവകാശമുണ്ടെന്ന പോലെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി അതിനെ തിരസ്കരിക്കുവാനുമുള്ള അവകാശമുണ്ട്. അതായത് നിലവിളക്കിൽ നിന്ന് മാറി നിൽക്കുക, അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. നിലവിളക്ക് കൊളുത്തുന്നതിൽ നിന്ന് മാറി നിൽക്കൽ എന്തിൻ്റെ ഭാഗമാണ്? വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതിനുള്ള അവകാശം ഉണ്ട് എന്നാണ് ഇവൻ പറയണത്. എന്ന് 2016. അപ്പോൾ 2016 ഇവൻ്റെ വിശ്വാസം അബ്ദുർ റബ്ബിൻ്റെ വിശ്വാസമൊക്കെ ഒന്നായിരുന്നു. 2026 എത്തിയപ്പോൾ ഇവൻ്റെ വിശ്വാസം മാറി. 2026 എത്തിയപ്പോൾ ഇവൻ്റെ വിശ്വാസം മാറി. അബ്ദുർ റബ്ബിൻ്റെ വിശ്വാസം എന്നും അത് തന്നെയാണ്. പക്ഷേ ഈ ലിബറൽ ഹുദവിയുടെ വിശ്വാസം മാറി. നോക്ക് നിങ്ങൾ, ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്.
10 കൊല്ലം കൊണ്ട് ഈ ഹുദവികൾക്ക് എന്ത് സംഭവിച്ചു? എന്താണ് കാരണം? അന്ന് സമസ്തക്കാരനായിരുന്നു, ഇന്ന് സമസ്ത വിരോധിയാണ്. കാര്യമായ മാറ്റതാണ്. അപ്പോൾ ഇവർ ലിബറലിസത്തിലേക്ക് 10 കൊല്ലം കൊണ്ട് സഞ്ചരിച്ചു, ഇനിയും അതിലേക്ക് പോകുന്നു. അഷ്കർ അലി വെറുതെ ഉണ്ടായതല്ല, ഒരുപാട് അഷ്കർ അലിമാർ വരുന്നുണ്ട് പിന്നാലെ എന്നതിൻ്റെ കൃത്യമായ സൂചനയാണ് ഇവനിവിടെ നൽകുന്നത്. അപ്പോൾ ഇവൻ്റെ ഉള്ളിൽ കളങ്കമുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്താ അറിയുക? ആരോ ഇത് കുത്തിപ്പൊക്കിയ സന്ദർഭത്തിൽ ആ 1/2 മണിക്കൂർ കൊണ്ട് തന്നെ ആ പോസ്റ്റ്, പഴയ പോസ്റ്റ് 2016 പോസ്റ്റ് അവൻ ഡിലീറ്റ് ചെയ്ത്. അതായത് ആ നിയമം ഇനി മൻസൂഖാണ്, ഇനി അത് ബാധകമല്ല. ഇവൻ പുതിയ മുജ്തഹിദാണ്. കാരണം ഓരോ വർഷത്തിൽ അപ്ഡേഷൻ വരും. നമ്മൾ മുജാഹിദുകളെ പോലെ തന്നെ ഓരോ വർഷത്തിൽ അപ്ഡേഷൻ വരും. അപ്പോൾ പഴയത് പെട്ടെന്ന് ഡിലീറ്റാക്കി കളഞ്ഞു. ഓനെന്നെ കൊളർത്തിട്ടില്ല, ഓനെന്നെ അറിഞ്ഞിട്ടില്ല 16 ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അവൻ്റെ ഉസ്താദ് ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി ഈ സമയത്തൊന്നും മിണ്ടിയിട്ടില്ല. ഇതേപോലെ മിണ്ടാതിരിക്കുന്ന കുറേ ആളുകളുണ്ട് കേട്ടോ. ഈ വിഷയത്തിൽ മൗനം ഭുജിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നാസർ ഫൈസി കൂടത്തായി, ഓണം പിള്ളി, അതുപോലത്തെ ഒരുപാട് സുഹാബി നളന്ത നേതാക്കൾ ഈ വിഷയത്തിൽ മിണ്ടാതിരിക്കുകയാണ്. ഇപ്പോൾ ഇതെന്താ അറിയുക? പണ്ട് പറഞ്ഞതൊന്നും മതിയാവില്ലേ? പുതിയ കാലത്ത് പുതിയ ജനറേഷനാണ്. എന്താണ് ഇസ്ലാമിൻ്റെ നയം എന്ന് ഇസ്ലാം പഠിച്ച ആളുകൾ, മൂല്യന്മാരിത് പറഞ്ഞു കൊടുക്കണം. എന്നാലേ പുതിയ ജനറേഷൻ ഇത് അറിയുള്ളൂ. പഴയ കാലത്ത് 2016 പറഞ്ഞത് അറിയാത്ത എത്രയോ ആളുകളുണ്ട്. അപ്പോൾ സമസ്ത കൃത്യമായിട്ട് യഥാസമയത്ത് അതിൻ്റെ ദൗത്യം നിർവഹിച്ചു. പക്ഷേ ഇവരോ, ഈ നാസർ ഫൈസി പറയണത് എന്താ? സർക്കാരിന് സ്വാഗതം പറഞ്ഞ് കുറഞ്ഞു പോയി. സർക്കാരിന് സ്വാഗതം ഇപ്പോൾ കിട്ടണില്ല, അതാണ് മൂപ്പര പരാതി. മൂപ്പര ഫേസ്ബുക്കിൽ എഴുതാണ്, സർക്കാർ 2 കാര്യം പരിഗണിച്ചിട്ട് കാര്യമായിട്ടൊന്നും സ്വാഗതം കിട്ടിയില്ല. നോക്കണം നിങ്ങൾ, അതിഗൗരവകരമായ വിശ്വാസത്തെ ബാധിക്കുന്ന ഒരു കാര്യം നടന്നിട്ടേ മിണ്ടാതിരിക്കുക. എന്നിട്ട് സർക്കാരിന് ഇങ്ങനെ സ്വാഗതം ലോഡിന് കൊണ്ടുപോകുക. അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു അഡ്ഹോക്ക് സ്വാഗത കമ്മിറ്റി രൂപീകരിച്ചോളി, അതാണ് നല്ലത്. എന്നാൽ നോക്ക് നിങ്ങൾ, സമസ്തൻ്റെ നേതാക്കൾ കൃത്യമായിട്ട് ദൗത്യം നിർവഹിക്കുന്നുണ്ട്, അതിൽ രാഷ്ട്രീയം നോക്കണില്ല. അതാണ് പ്രധാനപ്പെട്ടത്. സത്താർ പന്തല്ലൂർ ഇപ്പോൾ അടുത്തിട്ട പോസ്റ്റ് എന്താ? ഒരു മുസ്ലിമിന് കമ്മ്യൂണിസ്റ്റ് ആവാൻ പറ്റില്ല എന്നാ. എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന ആ നയം അദ്ദേഹം അതിൽ കൃത്യമായിട്ട് പറഞ്ഞു. എന്താണ്? ദാർശനികമായി കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ അത് മതവിരുദ്ധമാണ്, അതാവാൻ പറ്റില്ല. നേരെ മറിച്ച് പാർട്ടിയിൽ അംഗത്വമെടുത്ത് പ്രവർത്തിക്കുന്ന ധാരാളം മുസ്ലിങ്ങളുണ്ട്. അവർ ഈ ദാർശനികമായ കമ്മ്യൂണിസത്തെ അംഗീകരിക്കുന്നവരല്ല. ഇത് തന്നെ കെ.ടി. ജലീലിന് മറുപടി പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞ്? കറക്റ്റ്, അദ്ദേഹം പറഞ്ഞ് സമ്മതിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ദാർശനികമായ കമ്മ്യൂണിസത്തിലല്ല ഞാൻ അംഗത്തെടുത്തിട്ടുള്ളത്, ഞാൻ പൊളിറ്റിക്കൽ കമ്മ്യൂണിസത്തിലാണ്, അതെൻ്റെ വിശ്വാസത്തിനെ ബാധിക്കില്ല എന്ന് ക്ലിയറായിട്ട് എന്താണോ സത്താർ പന്തല്ലൂർ പറഞ്ഞത് അത് ക്ലിയറായിട്ട് സമ്മതിക്കുകയാണ് കെ.ടി. ജലീൽ. അദ്ദേഹത്തിൻ്റെ അഭിമുഖം 2-3 ചാനലിൽ വന്നിട്ടൊന്ന് കേട്ട് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ക്ലിയറായി, കാര്യങ്ങൾ ക്ലിയറായി. അങ്ങനെ ഓരോ കാര്യങ്ങൾ ക്ലിയറായി അതാത് കാലഘട്ടത്തിൽ ക്ലിയറായി ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതാണ് പണ്ഡിതന്മാരുടെ ദൗത്യമെന്ന് പറയുന്നത്. അത് നിർവഹിക്കണം. ഇനി കെ.സി. കുറ്റൂറിൻ്റെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇത് ഭയങ്കര രസമാണ്. 2016 ആ പോസ്റ്റ് ഡിലീറ്റ് ആക്കിയപ്പോൾ അടുത്തൊരു പോസ്റ്റ് ഒരാൾ കുത്തിപ്പോക്കി. ആ പോസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. 10 വർഷം കഴിഞ്ഞാൽ ഈ ഹുദവികൾ എന്താ ചെയ്യാൻ പോണത് എന്ന് 10 വർഷം മുമ്പ് ഈ കെ.സി. കുറ്റൂർ അത്ഭുതകരമായി പ്രവചിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇത് നോക്ക്, നിങ്ങൾ സ്ക്രീൻഷോട്ട് നോക്ക്. നിലവിളക്ക്, അറബിക് യൂണിവേഴ്സിറ്റി തുടങ്ങിയ വിഷയങ്ങളിൽ സമസ്തയുടെ പണ്ഡിതന്മാർ ലീഗ് നിലപാടിനെ വിമർശിച്ചിട്ടുണ്ട്. ഇന്ന് ഷംസുൽ ഉലമ ലീഗ് വിരോധിയായിരുന്നുവെന്ന് പറഞ്ഞു നടക്കുന്നവർ ഭാവിയിൽ ഇങ്ങനെയും പറയും, കോട്ടുമലയും അമ്പലക്കടവും ലീഗ് വിരോധികളായിരുന്നു. എന്നിട്ട് അവർ നിലവിളക്ക് വിഷയത്തിൽ ലീഗ് നിലപാടിനെ വിമർശിച്ചുകൊണ്ട് ഇവർ എഴുതിയ ലേഖനം എടുത്തുദ്ധരിക്കും. അമ്പലക്കടവും കോട്ടുമലയൊക്കെ ലീഗ് വിരോധികളാകുമെന്ന് ആര് പറയും? ഭാവിയിലുള്ള ആളുകൾ പറയും. കാരണം എന്താണ്? ഷംസുൽ ഉലമനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഷംസുൽ ഉലമ നിലപാട് പറഞ്ഞപ്പോൾ ഇന്ന് നിലവിളക്കിനെതിരെ പറഞ്ഞതുകൊണ്ട് അമ്പലക്കടവിനെ ലീഗ് വിരോധിയാക്കുമെന്ന് 10 വർഷം മുമ്പ് സാക്ഷാൽ കുറ്റൂര് എഴുതി വെക്കാണ്. നോക്ക് നിങ്ങൾ, എത്ര കൃത്യമായി പുലർന്നു എന്ന്. എഴുന്നേറ്റ് നിന്നൊന്ന് നമിക്കണം ഓനെ. അത്രയും കറക്റ്റായിട്ട് ഓനെക്കുറിച്ച് പ്രവചനം നടത്തിയിട്ടുള്ളത്.
ഇവനെ സംബന്ധിച്ച് നമുക്ക് പ്രവചന സിംഗം എന്ന് വിളിക്കാം. അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ്. അപ്പോൾ ഇവനെക്കുറിച്ച് ഇവൻ കൃത്യമായിട്ട് പറഞ്ഞിട്ട്, അതായത് ഇവൻ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്തായിരിക്കുമെന്ന് 10 വർഷം മുമ്പ് ഇവൻ തന്നെ പ്രവചിച്ചു. ഇതൊക്കെ ഫേസ്ബുക്കിൽ തന്നെയാണുള്ളത്, ആ ഒരു ബുക്കിൽ തന്നെയാണ് ഉള്ളത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇനി ഇവൻ്റെ ഉസ്താദിൻ്റെ നിലപാടെന്തായിരുന്നു? ബഹാവുദ്ദീൻ നദവി ഉസ്താദിൻ്റെ 10 വർഷം മുമ്പുള്ള നിലപാടെന്തായിരുന്നു? ഇപ്പോൾ അദ്ദേഹം ഒന്നും മുണ്ടിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പഴയ നിലപാട് തന്നെ ആയിരിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇവരെ പോലെ അദ്ദേഹവും ലിബറലാണ് എന്ന് പറയാൻ നമുക്ക് മനസ്സ് സമ്മതിക്കണില്ല. കാരണം അദ്ദേഹം അങ്ങനെ ആയിപ്പോകുന്ന ആളൊന്നുമല്ല. അദ്ദേഹത്തിന് ആ നിലപാട് തന്നെ ആയിരിക്കും, പഴയ നിലപാട് തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ്, പഴയ വിശ്വാസം പഴയ മതം തന്നെ ആയിരിക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതൊന്ന് വായിക്കാം നമുക്ക്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, പിന്നീട് സമസ്ത ഉൾപ്പെടെയുള്ള മതസംഘടനകൾ നിലവിളക്ക് കൊളുത്തുന്നത് ഇസ്ലാമിക വിരുദ്ധമാണെന്ന് വ്യക്തമാക്കുകയും അത്തരം ചടങ്ങുകളിൽ നിന്ന് നേതാക്കൾ വിട്ടുനിൽക്കണമെന്ന് നിന്നതുമാണ്. ഇങ്ങനെയൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ച ആളുകൾക്ക്, പല ആളുകൾക്കും ഇന്ന് മിണ്ടാട്ടില്ല. എല്ലാവരും ഇപ്പോൾ അത് പ്രസ്താവന ഇറക്കിക്കൊള്ളണമെന്നൊന്നുമില്ല. പക്ഷേ നേരെ വിരുദ്ധമായിട്ട് പ്രസ്താവന ഇറക്കുന്നതിനെ എങ്ങനെയാണ് നിങ്ങൾ കാണുക? നേരെ ഉൾട്ടായിട്ട് 10 വർഷം മുമ്പ് പറഞ്ഞതിൻ്റെ നേരെ ഉൾട്ടായിട്ട് പ്രസ്താവന ഇറക്കുക. ഇനി നോക്ക്, മറ്റൊരു ഉദവിൻ്റെ പോസ്റ്റ് കൂടി ഞാൻ കാണിച്ചു തരാം. 2016 എഴുതിയതാണ്. ജാബിർ ഹുദവി, തൃക്കരിപ്പൂര് എന്ന് പറയുന്ന ചങ്ങായി. ഓൻ എഴുതി നോക്ക്, അബ്ദുൾ റബ്ബും ജി സുധാകരനും പിന്നെ ചില ഞരമ്പ് രോഗികളും സർക്കാർ പരിപാടികളിൽ നിലവിളക്കും ഈശ്വര പ്രാർത്ഥനയും വേണ്ടെന്ന് ജി സുധാകരൻ. അപ്പറഞ്ഞതിൽ തെറ്റുണ്ടോ? ഇല്ല. മതേതര സർക്കാരിൻ്റെ പരിപാടികളിൽ എന്തിനാണ് ഏതെങ്കിലും മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ? എന്തിനാണ് നിലവിളക്കും തേങ്ങയുടക്കലും പൂജയും? എന്തിനാണ് ദിഗംബര സ്വാമിയെ പിറന്ന പടി നിയമസഭയിൽ കയറ്റിയിരുത്തി ജനപ്രതിനിധികളെ ഉത്ബുദ്ധരാക്കുന്നത്? അതത് മതവേദികളിലാവാം. അത് ഭരണഘടന നൽകുന്ന മതസ്വാതന്ത്ര്യം. അതിനെ സർക്കാർ വേദികളിലേക്ക് വലിച്ചേക്കുന്നത് തെറ്റ് തന്നെ. ഞാൻ നിലവിളക്ക് കൊളുത്തില്ല, അതിന് എൻ്റെ വിശ്വാസം എന്നെ അനുവദിക്കുന്നില്ല. വേണ്ടവർക്ക് ആവാം. മാന്യമായി അബ്ദുൾ റബ്ബ് പറഞ്ഞതിൽ തെറ്റുണ്ടോ? ഇല്ല. ഇത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം. ഇത് എഴുതിയത് ജാബിർ തൃക്കരിപ്പൂരാണ് കേട്ടോ. പക്ഷേ ഇപ്പോഴത്തെ ഇവൻ്റെ നിലപാടെന്താ? ഇവൻ്റെ അപ്ഡേഷൻ വന്നിട്ടില്ല കേട്ടോ. വന്നിട്ടില്ലെങ്കിലും ഇവൻ ഉണ്ടാക്കിയ ഗ്രൂപ്പുകളിലൂടെ, സമസ്ത വേൾഡ് സർക്കിൾ എന്ന് പറയുന്ന ഗ്രൂപ്പുകളിലൂടെയും ഉമ്മത്ത് മുന്നോട്ട് പോലുള്ള ഗ്രൂപ്പുകളിലൂടെയും ഒക്കെ ഇവനെപ്പോലത്തെ ആളുകളെ ഈ ഇതിന് വിരുദ്ധമായ പുതിയ അപ്ഡേഷൻ, അതായത് കൊളുത്തിയാലും കുഴപ്പമില്ല, ഫാത്തിമ തഹ്ലിയ ചെയ്ത് തെറ്റല്ല എന്ന രൂപത്തിലുള്ള മെസ്സേജുകൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ ഈ ലിബറലിസത്തിലേക്ക് ഇങ്ങനെ അകപ്പെട്ടു പോകുന്നത്, ഒരിക്കലും മുസ്ലിം ലീഗിൻ്റെ ഒരാൾക്ക് പോലും അംഗീകരിക്കാൻ പറ്റാത്ത മതബിരുദധാരികളായ ആളുകൾ, അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആളുകളെ, ആ പാവങ്ങളായ സാധുക്കളായ ജനങ്ങളെപ്പോലും സമസ്തയോടുള്ള വിരോധത്തിൻ്റെ പേരിൽ തെറ്റിലേക്ക് ക്ഷണിക്കുകയാണ്. കള്ളു കുടിക്കരുത് എന്നൊരു പ്രസ്താവന നാളെ സമസ്ത പുറപ്പെടുവിച്ചാൽ ഇവർ ആ കള്ളു കുടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഖുർആനിൽ 2 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഈ ജാബിർ തൃക്കരിപ്പൂരും അതുപോലെ തന്നെ ഈ പിന്നെ അഷ്റഫ് ഹുദവിയെ പോലുള്ള ലിബറൽ ഹുദവികൾ. അപ്പോൾ ഇവന്മാരൊക്കെ എങ്ങോട്ടാണ് ഈ സമൂഹത്തെ, യുവതലമുറയെ നയിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. സമസ്തയോടുള്ള വിരോധം കൊണ്ട് ഇവർ ആ വിരോധം തീർക്കുന്നത് ശരീഅത്തിൻ്റെ നിയമങ്ങൾ വെച്ചുകൊണ്ടാണ്. പാവങ്ങളായ ജനങ്ങൾ ഇതിൽ വട്ടം കറങ്ങാണ്. ഇവരുടെ സുഹാബി അണികൾക്ക് ഏതാണ് ശരി, ഏതാണ് ശരിയല്ലാത്തത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് നിങ്ങൾ മതപരമായ വിഷയങ്ങളിൽ സമസ്തയെ അനുകരിക്കുക. സമസ്ത പറയുന്നത് എന്താണെന്ന് നോക്കുക. ആ സമസ്ത പറഞ്ഞതിനെ കോട്ടിമാറ്റി ആ പറഞ്ഞ ഉദ്ദേശമല്ലാത്ത ഉദ്ദേശത്തിൽ അതിനെ പ്രയോഗിച്ച് വളച്ചൊടിച്ച്, എന്നാൽ താൻ 10 വർഷം മുമ്പ് എഴുതിയത് എന്താണ് എന്ന് പോലും ഓർക്കാതെ ഈ എക്സ്ട്രാ ജോലി ചെയ്യുന്നത്, ഓവർ ടൈം ഡ്യൂട്ടി ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? നാളെ പരലോകത്തിൽ അതുകൊണ്ട് നീ രക്ഷപ്പെടുമോ? അതിനു വേണ്ടിയിട്ടാണോ? ഒരു പണി ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ലീഗിൻ്റെ നേതാക്കൾ അത് തെറ്റല്ല എന്ന് പറയുന്നുണ്ടോ?
അവരെ പ്രീതിപ്പെടുത്താനാണോ? അവരെ പ്രീതിപ്പെടുത്താനാണെങ്കിൽ ഫാത്തിമ തഹ്ലിയ തന്നെ 10 വർഷം മുമ്പ് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫാത്തിമ തഹ്ലിയയുടെ സ്ക്രീൻഷോട്ടാണ് നിങ്ങളീ കാണുന്നത്. അബ്ദുർ റബ്ബ് അതിൽ നിന്ന് വിട്ടുനിന്നതിനെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മതപരമായ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അത് എന്നാണ് ഈ ഫാത്തിമ തഹ്ലിയ പറഞ്ഞിട്ടുള്ളത്, അന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്താ ഫാത്തിമ തഹ്ലിയക്ക് മതപരമായ വിശ്വാസമൊന്നും വേണ്ടേ എന്ന് നിങ്ങൾ ചോദിക്കരുത്. അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത്. അത് കുടുങ്ങിയിട്ട് ചിലപ്പോൾ ചെയ്തതായിരിക്കും. ഇപ്പോൾ ഫാത്തിമ തഹ്ലിയ അതിനെ ന്യായീകരിച്ചിട്ടൊന്നും വന്നിട്ടില്ലല്ലോ. ഞാനതാണ് ചിന്തിക്കുന്നത്. ഫാത്തിമ തഹ്ലിയ ഇതുവരെ അതിനെ ന്യായീകരിച്ചിട്ടൊന്നും വന്നിട്ടില്ല. ചെയ്തത് തെറ്റാണെന്ന കണ്ടീഷനിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നേതൃത്വം അവരെ തെര്യപ്പെടുത്തിയിട്ടുണ്ടാവും വിഷയങ്ങളൊക്കെ. പക്ഷേ ജനങ്ങൾക്കിടയിൽ വസ്വാസം ഉണ്ടാക്കുന്നത് ഈ ലിബറൽ ഹുദവികളാണ്. ഫാത്തിമ തഹ്ലിയക്ക് തന്നെ ബോധ്യമുണ്ട് ഈ കാര്യം തെറ്റാണിത്, മതവിശ്വാസപരമായിട്ട് അബ്ദുർ റബ്ബ് അന്ന് അങ്ങനെ ചെയ്ത അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതേ മതത്തിൽ തന്നെയല്ലേ ഈ ഫാത്തിമ തഹ്ലിയ ഉള്ളത്? എന്നാൽ അതേ മതത്തിലല്ലേ ഈ ഉദവികളുള്ളത്? ഇവർക്ക് വേറൊരു ആ മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഇത് പറ്റുന്നാണോ? എവിടെയാണ് ചങ്ങായിമാരങ്ങൾ? എവിടേക്കാണ് നിങ്ങളെ നയിക്കുന്നത്? അപ്പോൾ സമസ്ത എന്താണ് പറയുന്നത് അത് കേട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. അതാണ് മതപരമായ വിഷയങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത്. രാഷ്ട്രീയപരമായ വിഷയങ്ങളിൽ സമസ്ത ഇടപെടുന്നില്ലല്ലോ. രാഷ്ട്രീയപരമായ വിഷയങ്ങളിൽ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം, ആർക്ക് വോട്ട് ചെയ്യേണ്ട, ഈ കാര്യങ്ങളിലൊന്നും സമസ്ത അഭിപ്രായം പറഞ്ഞിട്ടില്ല. എന്നാൽ പ്രവർത്തകന്മാർ പല രാഷ്ട്രീയ പാർട്ടിക്കാരാണ്. ഇപ്പോൾ അവരുടെ ആശയങ്ങൾ പലതായിരിക്കാം, രാഷ്ട്രീയപരമായിട്ട് നയങ്ങളുണ്ടായിരിക്കാം. അതിനനുസരിച്ച് ഓരോ പ്രദേശങ്ങളിലും അവർ വോട്ട് ചെയ്യും. വോട്ട് ചെയ്ത സ്ഥാനാർത്ഥി ചിലപ്പോൾ ജയിക്കും, ആ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥി ചിലപ്പോൾ തോക്കും. ഇതൊക്കെ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ്. ആരും ഇതുവരെ വോട്ട് ചെയ്തിട്ട് ജയിച്ചിട്ട് മാത്രം ഒരു മുന്നണിയും ഇവിടെ ഭരിക്കണില്ലല്ലോ. എല്ലാവരും തോറ്റോലാണ്, തോറ്റിട്ട് പിന്നെ ജയിച്ചോലാണ്. എന്തിനേറെ ഈ കൊല്ലം ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ കുഞ്ഞാലിക്കുട്ടി പോലും കുറ്റിപ്പുറത്ത് തോറ്റ ആളാണ്. അങ്ങനെ എല്ലാവരും തോറ്റും ജയിച്ചും അങ്ങനെ കളിക്കുന്ന ഒരു കളിയാണ് ജനാധിപത്യ സംവിധാനം എന്ന് പറയുന്ന ഈ രാഷ്ട്രീയം. അതുകൊണ്ട് തന്നെ അതിൽ തോൽവിയും ജയമൊക്കെ ഉണ്ടാവും. അതിലൊന്നും സമസ്ത തലവെക്കാൻ പോകാറില്ല. അപ്പം നിങ്ങൾ ആ രാഷ്ട്രീയ പാർട്ടിൻ്റെ കുപ്പായിട്ടിട്ട് ആ പണിക്ക് പോകണം നല്ലത്. മതപരമായ കാര്യങ്ങൾ ഇവിടെ സമസ്ത കൈകാര്യം ചെയ്യട്ടെ. അതനുസരിച്ച് എന്താവട്ടെ, ജനങ്ങൾ അവരുടെ ആരാധനാ കർമ്മ വിശ്വാസങ്ങൾ ചിട്ടപ്പെടുത്തട്ടെ. അതിൽ അടങ്കോലിട്ട് ജനങ്ങൾക്കിടയിൽ ഫസാദ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഞങ്ങൾ ഇടപെടും. അത്ര മാത്രമേ പറയാനുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.